സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അല്പസമയ ചിന്തയ്ക്കായി തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി നമുക്ക് കൊണ്ടുപോകാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മുടെ വിലപ്പെട്ട സമയം വേർതിരിച്ചു കൂടെ ചേർന്ന് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ആരാധിക്കാൻ ദൈവത്തിന് നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനവും നന്ദിയും ഈ ധർമ്മത്തിൽ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ ദൈവം നമുക്ക് തരുന്ന അനുവദിക്കുന്ന പ്രതികൂലങ്ങൾ, ആ പ്രതികൂലങ്ങളകത്ത് നാം ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുക എന്നതാണ് നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവമക്കൾ ഏറ്റവും അനുഗ്രഹത്തോടെ ഏറ്റവും നന്മയോടുകൂടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവം തരുന്ന, ദൈവം അനുവദിക്കുന്ന ചില പ്രതികൂലങ്ങളുണ്ട്, ദൈവം അനുവദിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. ദൈവം അറിഞ്ഞ് നമുക്ക് അനുവദിച്ചു തരുന്ന പ്രതികൂലങ്ങളകത്ത് നാം നിശ്ചയമായും ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുന്നവരായി തീരണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുപോയാൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 41-ാമത്തെ വാക്യവും 28-ാം അധ്യായം 6-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകുന്നതാകട്ടെ. ഞാൻ ആ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇരുകടലിന് കൂടി ഒരു സ്ഥലത്തിലേക്ക് ചെന്ന് കയറുക, കപ്പൽ അടിയം കുറച്ച് ഇളക്കമില്ലാതെയായി അവർ തിരയുടെ കേമത്താൽ ഉടനെ പോയി. 28-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവൻ വീഴ്ത്തുകയോ പെട്ടെന്ന് ചത്തുവിടുകയോ ചെയ്യും എന്ന് വെച്ച് അവൻ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ തന്നെ അവിടുത്തെ വ്യക്തി ആരെന്ന് നമുക്കറിയാം. പൗലോസാണ്. ഈ ഭാഗത്ത് നമുക്ക് എടുത്ത് പറയുവാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് എപ്പോഴും പൗലോസ് ഒരു പ്രചോദനമാണ്. യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന വിശ്വാസമുള്ള, വിശുദ്ധിയുള്ള, ജീവിതമുള്ള അനേക ഭക്തന്മാരെ നമുക്ക് അനുകരിക്കുവാൻ കഴിയും. അവരുടെ ദൈവത്തിന്റെ നല്ല പ്രവൃത്തികളെ നമുക്ക് അനുകരിക്കുവാൻ കഴിയും. ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ഒത്തിരി ശുശ്രൂഷകൾ, പൗലോസിന്റെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പൗലോസ് ദൈവസഭയെ ഉപദ്രവിക്കുന്നവരായിരുന്നു. പൗലോസ് ദൈവസഭയെ അതികഠിനമായി പ്രതികൂലമായി നിന്നിരുന്ന അവരുടെ ജീവിതത്തിൽ ശൗലായിരുന്ന സമയത്ത് സഭ ഉപദ്രവിക്കുകയും ദൈവമക്കളെ പിടിച്ചു വലിച്ചഴിച്ച് തടവിലാക്കുകയും ഈ മാർഗക്കാരെ എല്ലാവരെയും നശിപ്പിക്കുവാൻ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് ദമസ്കോസിന്റെ പടിവാതിക്കൽ എത്തുമ്പോൾ ദൈവം അവനെ തൊടുകയും പിന്നത്തേതിൽ ദൈവം ഉപയോഗിക്കുന്ന മാനപാത്രമായി ദൈവം ഉപയോഗിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു. പൗലോസ് ദൈവത്താൽ പിടിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറയുന്നു, ദൈവവചനം പഠിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യെരൂശലേമിലും ദൈവത്തിന്റെ സാക്ഷ്യമായി എല്ലാ മേഖലകളിലും പൗലോസ് ഉപയോഗിക്കപ്പെടുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നത്തേതിൽ പൗലോസ് ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഭാഗം നമുക്കറിയാം. ഇവിടെ പൗലോസിന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കതിന്റെ 23-ാം അധ്യായം തന്നെ അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ ഇടച്ചിലായതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു. പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവിടെ നടുവിൽ നിന്ന് പിടിച്ച് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. ഈ സന്ദർഭം പൗലോസിന്റെ ജീവിതത്തിൽ 23-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. 23-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതൻ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായ്ക്കടിക്കുവാൻ കൽപ്പിച്ചു. പൗലോസ് അവരോട്, ദൈവം നിന്നെ അടിക്കും, വെള്ളമേറ്റ ചുവരെ നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അരികെ നിൽക്കുന്നവർ, നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ സഹായിക്കൂ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതനെന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുതെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരു പക്ഷം സദൂക്യരും ഒരു പക്ഷം പരീക്ഷനും പരീക്ഷമാകുന്നു എന്ന് പൗലോസ് അറിഞ്ഞ്, സഹോദരന്മാരെ, ഞാനൊരു പരീക്ഷനും
പരീക്ഷന്മാരുടെ മകനുമാകുന്നു. മരിച്ചവരുടെ പ്രത്യാശയുടെ പുനരുത്ഥാനത്തെ കുറിച്ച് ഞാൻ വിസ്താരത്തിലിരിക്കുന്നു എന്ന് ഉറച്ചിരിക്കുന്നു. അവരിത് പറഞ്ഞപ്പോൾ പരീക്ഷന്മാരും സദൂക്യരും തമ്മിൽ ഇടഞ്ഞു. കാരണം പരീക്ഷന്മാർ നിശ്ചയമായി മരണത്തിനപ്പുറമായി ജീവിതമുണ്ടെന്നും കർത്താവിനോടുകൂടെ വാസം ചെയ്യും മരണത്തിനപ്പുറമുള്ള ജീവിതം പുനരുത്ഥാനമുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ സദൂക്യന്മാർ അതിന് വിരുദ്ധമായി അവരുടെ ചിന്താഗതികൾ വിരുദ്ധം. അപ്പോൾ അവർ തമ്മിൽ ഇടഞ്ഞു. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത് അത് നമ്മൾ വിശ്വാസത്തോടെ പിന്നെയും ഉറച്ച് വിശ്വാസക്കടിക്ക് അടിയുറച്ചിരിക്കണം. നമുക്ക് ഈ ലോകം എന്നും ശാശ്വതമല്ല. കഴിഞ്ഞ ദിവസത്തിൽ കോവിഡ് എന്ന മഹാവ്യാധി വന്നപ്പോൾ അനേക ദൈവമക്കൾ ഭയത്തോടെയാണ് സംസാരിച്ചത്, പേടിച്ചാണ് സംസാരിച്ചത്. ദൈവമക്കൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി വ്യാധിയല്ല, രോഗമല്ല, ജലപ്രളയമല്ല, ഭൂകമ്പമല്ല, ഇനി എന്തെല്ലാം ഉണ്ടായാലും ഒരു ദൈവമക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ലോകവാസം താൽക്കാലികമാണ്. ബൈബിൾ ശക്തമായി പഠിപ്പിക്കുന്നു, താൽക്കാലികമായി ഈ ലോകത്തിൽ ഭയപ്പെടുത്തുന്നത് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിനെ നിസ്സാരമായി മാറ്റിക്കളയണം. കാരണം നമ്മുടെ പൗരത്വം ഇവിടല്ല, നമ്മുടെ വാസം ഇവിടല്ല. താൽക്കാലികം ഒരു കൂട്ടിൽ നമ്മൾ പാർക്കുകയാണ്. ദൈവം നമുക്ക് ശില്പിയായതും ദൈവം അടിസ്ഥാനമിട്ടതും ദൈവത്തിന്റെ കൈകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതുമായ മറ്റൊരു നഗരത്തിന് വേണ്ടി നമ്മുടെ പിതാവായ അബ്രഹാം കാത്തിരുന്നു. നമ്മുടെ പൗരത്വം ഇവിടല്ല. അതുകൊണ്ട് പൗലോസ് പറയുന്ന ആ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പുനരുത്ഥാനം നമുക്കുണ്ട്. മരിച്ചാൽ നമ്മൾ മണ്ണിൽ നിന്ന് കർത്താവിന്റെ ശബ്ദം കേട്ട് എഴുന്നേൽക്കും. ജീവിച്ചിരുന്നാൽ നമ്മുടെ ഈ ശരീരങ്ങൾ പുനരുത്ഥാനം പ്രാപിച്ച് അവരോടുകൂടി എടുക്കപ്പെടും. അതുകൊണ്ട് മരിച്ചാലും ജീവിച്ചാലും നമ്മുടെ പ്രത്യാശ വിട്ടുപോകരുത്. ആ ഇറച്ചിയാൽ ദൈവകൃഷ്ണ പൗലോസിനെ അകത്തെ തടവറയിൽ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായി. ആ രാത്രിയിൽ പൗലോസിനെ സൂക്ഷിക്കുകയാണ്. പൗലോസിനെ സൂക്ഷിക്കുന്ന രാത്രി 23-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 23-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല എന്ന് ശപഥം ചെയ്തു. ശ്രദ്ധിക്കൂ, ആ രാത്രിയിൽ പൗലോസ് ഇപ്പോൾ കാരാഗ്രഹത്തിലാണ്, തടവിലാണ്, അകത്തെ മുറിയിലാണ്. എന്നാൽ പ്രഭാതത്തിൽ 40ഓളം വരുന്ന യഹൂദന്മാർ പൗലോസിനെ കൊന്നുകളയോളം, അവനെ നശിപ്പിക്കുവോളം ഇനി ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല എന്ന് ശപഥം ചെയ്തു. പക്ഷേ തലേ രാത്രിയിൽ അവനെ കാവലിലാക്കിയ, തടവിലാക്കിയ ആ രാത്രിയിൽ നമുക്ക് വിശുദ്ധ വേദ പുസ്തകം 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആ രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഒരു പ്രഭാതത്തിൽ 40ഓളം വരുന്ന യഹൂദന്മാർ തന്നെ ഒതുക്കിക്കളയോളം വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല എന്ന് ശപഥം ചെയ്യുമ്പോൾ, ശപഥം ചെയ്യുന്ന തലേ രാത്രിയിൽ പൗലോസ് കിടക്കുന്ന കാരാഗ്രഹത്തിനകത്ത് കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, പൗലോസേ, നിന്നെ ഈ പ്രതികൂലത്തിലൂടെ കടത്തിവിട്ടതിന്റെ ലക്ഷ്യം ഞാൻ നിന്നെ അറിയിക്കുകയാണ്. ദൈവം നമുക്ക് അനുവദിക്കുന്ന പ്രതികൂലങ്ങളകത്ത് നമുക്ക് വഴികളില്ലെങ്കിലും, നമുക്ക് കാണുവാനൊന്നുമില്ലെങ്കിലും, ആ പ്രതികൂലത്തിലൂടെ കടത്തിവിടുന്ന കർത്താവിന് അവന്റെ ഒരു ഇഷ്ടം നമ്മൾ ചെയ്തെടുക്കുവാനുണ്ട്. ആ ഇഷ്ടത്തെ കുറിച്ചാണ് പൗലോസിനോട് പറയുന്നത്, നീ യെരൂശലേമിൽ എന്നെ മഹത്വപ്പെടുത്തിയതുപോലെ നീ റോമിലും എന്നെ മഹത്വപ്പെടുത്തേണ്ടതാകുന്നു. യെരൂശലേം എന്ന നിന്റെ സ്വന്തം മണ്ണിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തി, എന്നെ മഹത്വപ്പെടുത്തി, നീ എന്നെ ഉയർത്തി, നിനക്കാവോളം നീ എന്നെ വേല ചെയ്തു. പോരാ, ഇനി ഞാൻ നിന്റെ രാജാക്കന്മാരുടെ റോം എന്ന പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ആ രാത്രിയിൽ ആ ദർശനം, ആ വാഗ്ദത്തം, ആ ദൂത് പൗലോസ് ഏറ്റെടുക്കും. എന്റെ ചിന്താഗതി ഇതാണ്, ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം ശക്തമായി ഉപയോഗിക്കപ്പെട്ട പൗലോസ്, ഇത്രത്തോളം ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്ന പൗലോസ്, സഭകൾ സ്ഥാപിച്ച പൗലോസ്, കർത്താവിന് വേണ്ടി അടിയേറ്റ് നിന്നയേറ്റ് അവന്റെ അത്ഭുതത്തിന്റെ ശുശ്രൂഷകൾ ചെയ്ത, ഇത്രയും അത്ഭുതകരമായ ദൈവത്തിന്റെ വേല ചെയ്ത പൗലോസിന് ഇനിയൊരു വാഗ്ദത്തത്തിന്റെ ആവശ്യമുണ്ടോ? ഇനിയൊരു ദൂതിന്റെ ആവശ്യമുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ ശുശ്രൂഷ നിന്നിൽ തീർന്നിട്ടില്ലെങ്കിൽ, ദൈവത്തിന്റെ
ഇഷ്ടം നിങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ, നിന്റെ ആയുസ് ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച് തീർന്നിട്ടില്ലെങ്കിൽ, പ്രതികൂലങ്ങളകത്തുകൂടെ കടന്നു പോകുമ്പോൾ നീ ഒരു കാര്യം ഓർത്തോളം, നിന്റെ ശുശ്രൂഷയെ പൂർത്തീകരിക്കുന്നത് യേശു കർത്താവാണ്. ഏൽപ്പിച്ചവരറിയാം നിന്റെ ശുശ്രൂഷ എവിടെ ചെന്നെത്തണമെന്നുള്ളത്. പൗലോസിനോട് ദൈവം ഒരു പുതിയ വാഗ്ദത്തം, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിനെ ഒരുപാട് വാഗ്ദത്തങ്ങൾ നിനക്കുണ്ടായിരിക്കാം, ഒരുപാട് ദർശനങ്ങൾ, ഒരുപാട് ദൈവിക അരുളപ്പാടുകൾ നീ കേട്ടിരിക്കാം. പക്ഷെ പ്രതികൂലത്തിനകത്ത് നിനക്ക് വേണ്ടി ഒരു പുതിയ വാഗ്ദത്തവുമായി കാലവാഗ്രഹത്തിന്റെ അകത്തിറങ്ങി വന്ന് നിന്നെ ശക്തിപ്പെടുത്തുവാൻ എന്റെ ദൈവം മതിയായവനാണ്. ആ ദൂത് കേട്ട് എനിക്ക് തോന്നുന്നു പൗലോസ് നന്നായി ഉറങ്ങിക്കാണും. ആ പ്രഭാതം എടുത്തു വന്നപ്പോൾ യഹൂദന്മാർ പ്രതികൂലമായി, പ്രതിസന്ധികളായി ദൈവത്തിന് സ്തോത്രം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, പൗലോസിനെ അവിടെ നിന്ന് ഇതാ റോമിലേക്ക് വിസ്തരിക്കുവാനായിട്ട് അയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ പോകുന്ന യാത്രയിൽ പൗലോസും കൂട്ടരും യാത്ര ചെയ്ത ആ കപ്പൽ അദ്രിയ കടൽ കഴിയുമ്പോൾ അവിടെ തകരപ്പെടുന്ന ഒരു കാഴ്ച നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. ദൈവത്തിന്റെ ദാസനായ പൗലോസ് യാത്ര ചെയ്യുന്ന ആ കപ്പലിനകത്ത് ഉണ്ടായിരുന്ന സകലരും മരിക്കേണ്ടവരാണ്. പക്ഷെ പൗലോസ് നിമിത്തം അവർ എല്ലാവരും രക്ഷപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം, നിന്റെ പട്ടണത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നീ ആയിരിക്കുന്ന മേഖലയിൽ നീ മുഖാന്തരം ചിലർ ജീവൻ പ്രാപിക്കുന്ന ചില ശുശ്രൂഷയുടെ തലങ്ങൾ നിന്റെ അകത്ത് ഉരുവായി വരുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി വിശ്വസിക്കാമോ ദൈവദാസനെ, സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന മേഖലയിൽ ഒരുപക്ഷെ നീ നിന്റെ മരണമായിരിക്കും മുമ്പിൽ കാണുന്നത്. അപ്പോഴും നീ മുഖാന്തരം ചില രക്ഷ പ്രാപിക്കുന്ന കാഴ്ച നിന്നെ കണ്ടുകൊണ്ട് കാണുവാൻ തക്കവണ്ണം ദൈവം നിന്നിലൂടെ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ അവൻ മതിയായവനാണ്. കപ്പൽ ഉടനെ പോയി, കപ്പൽ പാറിപ്പോയി, രക്ഷപ്പെടുമോ എന്നുള്ള ആശ പോലും നഷ്ടപ്പെട്ടു പോയി. അവിടെ ഇരിക്കുന്ന ഭാഗം എങ്ങനെയാണ്? കപ്പൽ ഉടഞ്ഞു, കപ്പൽ തകരപ്പെട്ടു. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, കപ്പൽ പ്രമാണി അവരെ കൊണ്ടുപോയ നായകന്മാർ പറയുന്നു, എല്ലാവരും വെട്ടിക്കളെ. പൗലോസ് വെട്ടണ്ട, ദൈവം നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങളുടെ പ്രാർത്ഥനയില്ല, ദാനമായി തന്നിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കും. ദൈവത്തിന്റെ സ്തോത്രം. കിട്ടിയ പലകളിലും പിടിച്ച് അവർ ദ്വീപിലെത്തി. ആ ദ്വീപിന്റെ പേര് മെലിത്ത എന്നാണ്. മെലിത്ത ദ്വീപിലെത്തി. മെലിത്ത ദ്വീപിലെ ഇന്ന് പറയുന്ന മാർട്ട എന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപരിഷ്കൃതരായ ആൾക്കാർ പാർക്കുന്ന എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരെന്നല്ല, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ അല്ലാത്ത ഭാഷ സംസാരിക്കുന്ന അവരെല്ലാവരും അങ്ങനെയാണ് സംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൗലോസും കൂട്ടരും എത്തിയ ആ മെലിത്ത ദ്വീപിൽ ശീതകാലമാകൊണ്ട് അവർ കുറച്ച് വിറകെടുത്ത് അടുക്കി തീ കാണുകൊണ്ടിരിക്കുകയാണ്. പൗലോസിന്റെ കയ്യിൽ ഒരു അണലി ചുറ്റി. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടിട്ട് അണൽ കടിച്ചെന്ന് എഴുതിയിട്ടില്ല, അണലി ചുറ്റിയെന്ന് എഴുതിയിട്ടുള്ളൂ. നിന്നെ കടിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പൗലോസിനെ അണലി കടിച്ചെന്ന് എഴുതിയിട്ട് അവന്റെ കയ്യിൽ ചുറ്റിയെന്ന് എഴുതിയിട്ടുള്ളൂ. നിന്റെ കൈ ചുറ്റിയാണ്, നിന്നെ കടിക്കാൻ അനുവദിക്കുന്നില്ല. ചുറ്റി അണലിയിൽ അവൻ തീയിൽ പുണരുന്നു. തീയിൽ പുണരുന്നതിന് മുമ്പേ ഇവിടുത്തെ ബന്ധന്മാർ പറഞ്ഞതാണ്, അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതി ദേവത അവനെ വിടുന്നില്ല. അവൻ പെട്ടെന്ന് വീഴ്ക്കുകയോ ചത്തു വീഴുകയോ ചെയ്യുമെന്ന് അവർ കാത്തു നിന്നു. പ്രതികൂലങ്ങളിലൂടെ പൗലോസ് കടന്നുപോയത്. കപ്പൽ ഉടഞ്ഞു. ഇപ്പോൾ വന്നെത്തിയ മെലിത്ത ദ്വീപും പ്രതികൂലമായിരിക്കുന്നു, പ്രതിസന്ധിയിലായിരിക്കുന്നു. ഒരു കാര്യം പറയാം, എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ചത്തുവീഴുകയോ ചീർക്കുകയോ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ വാക്ക് മാറ്റി അവരവരെ ദേവനെന്ന് വിളിച്ചു. ഇന്ന് രാത്രി നിന്നെ നോക്കി പലരും പറഞ്ഞിരിക്കാം. പക്ഷേ നിന്നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവിക ശക്തിയുടെ, ദൈവിക വെളിപ്പാടിന്റെ, ദൈവിക വാഗ്ദത്തങ്ങളുടെ നിറവേറ്റി വരുമ്പോൾ നിന്നെ പറഞ്ഞവർ നിന്നെ തിരുത്തി പറയുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ആ ഭാഗത്ത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിനും കൂട്ടർക്കും അവിടെ അസാധാരണമായ സംഗതികൾ അവർ ചെയ്തു കൊടുക്കുകയാണ്. തീർന്നില്ല. അവിടെ ഒരു ആവശ്യമായ ഒരു മനുഷ്യനെ ആവശ്യമായ സൗഖ്യമാക്കിക്കൊണ്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് തീർന്നില്ല. ആ നാട്ടിലുള്ള പലരും പൗലോസിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചതാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരു ഭാഗത്ത് പ്രതികൂലത്തിന്റെ മേഖലയിലൂടെ സ്വർഗം നിന്നെ കടത്തിവിടുമ്പോൾ ആ പ്രതികൂലത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല. ആ പ്രതികൂലത്തിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടം നീ
തിരിച്ചറിഞ്ഞു. പൗലോസ് ആ ഇഷ്ടം തിരിച്ചറിഞ്ഞതിന്റെ ലക്ഷ്യത്തെത്തിയില്ല. ലക്ഷ്യത്തിനെത്തുന്നതിന് മുമ്പേ പൗലോസിനെ തകർത്ത് കളയുവാൻ പിശാച് ശ്രമിച്ചെങ്കിലും എന്റെ ദൈവം വിട്ടുകൊടുത്തില്ല. എന്റെ ദൈവത്തിന്റെ ഉള്ള കരങ്ങളിൽ പൗലോസിനെ വഹിക്കുകയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ച വിഷയം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. 28-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരൊക്കെയും കൈക്കൊണ്ടു. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോന്നു. ദൈവം അവനോട് എന്താ പറഞ്ഞത്? നീ യെരൂശലേമിൽ എന്നെ മഹത്വപ്പെടുത്തിയതുപോലെ നീ റോമിലും എന്നെ മഹത്വപ്പെടുത്തേണ്ടതാകുന്നു. പ്രതികൂലത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചെങ്കിൽ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചെങ്കിൽ, ദൈവം അനുവദിച്ച അനുവദനീയമായ പ്രതികൂലങ്ങളിലൂടെ നീ കടന്നു പോകുന്നുവെങ്കിൽ, കടന്നു പോകാൻ ദൈവത്തിന് ഇഷ്ടമെങ്കിൽ, നിന്നോട് കർത്താവ് പറഞ്ഞെങ്കിൽ, നീ കടന്നു പോകുന്നത് പ്രതികൂലത്തിലൂടെയാണ് എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ, ഒരു കാര്യം ഓർത്തോണം: കർത്താവിന് നിന്നിൽ എന്തൊക്കെയോ ചെയ്തെടുക്കുവാനുണ്ട്. കർത്താവിന്റെ ഇഷ്ടം നീ തിരിച്ചറിഞ്ഞാൽ ആ പ്രതികൂലത്തിനകത്ത് നീ തകർന്നു പോകത്തില്ല, നീ ഉടഞ്ഞു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല. ദൈവത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് ദൈവം എത്തിക്കുവാൻ ശക്തനാണ്. 23-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ദൂത് 28-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നിറവേറി. ഒതുക്കിക്കളയുമെന്ന് 40-ൽ പരം യഹൂദന്മാർ ആഹാരമോ വെള്ളമോ കുടിക്കുന്ന ശപഥം ചെയ്ത അവിടെ മുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ 40 യഹൂദന്മാരെ രക്ഷിച്ച് പൗലോസിനെ ദൈവം മുന്നോട്ട് കൊണ്ടുവന്നു. ഇടയ്ക്ക് ഒരു പതിയിരിപ്പുകാരുണ്ടായിരുന്നു. ആ പതിയിരിപ്പുകാരുടെയും തമ്മിൽ കണ്ണിലേപ്പെടാതെ പൗലോസിനെ രക്ഷിക്കുന്ന ചരിത്രം നമുക്കറിയാം. ഇടയ്ക്ക് വെച്ച് കപ്പൽ ഛേദമുണ്ടായി, അവിടെയും ദൈവം രക്ഷിച്ചു. 4-മതായി അടരി അവന്റെ കയ്യിൽ ചുറ്റി. ദൈവം അവിടെയും ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്തി. ദൈവം അനുവദിച്ച പ്രതികൂലത്തിനകത്തുകൂടെ നീ കടന്നു പോകുമ്പോൾ നിനക്കൊരു വാഗ്ദത്തം ദൈവം തന്നാൽ ആ വാഗ്ദത്തത്തിനെതിരെ ഒരു പ്രതികൂല ശക്തി നിനക്കെതിരെ എഴുന്നേറ്റ് വരും. മറന്നു പോകരുത്. എന്താണ് ആ പ്രതികൂലത്തിന് എഴുന്നേറ്റത്? 4 ശക്തികളാണ് എഴുന്നേറ്റത്. 3 ശക്തികൾ എഴുന്നേറ്റു. 3 ശക്തികൾ അദൃശ്യമണ്ഡലത്തിലായിരുന്നു. 4-മത്തെ ശക്തി ദൃശ്യമായി വന്നു. ശ്രദ്ധിക്കണമേ, അദൃശ്യമണ്ഡലത്തിൽ 3 പ്രതികൂലങ്ങൾ വാഗ്ദത്തത്തിനെതിരെയുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. നിനക്ക് ദൈവം അനുവദിക്കുന്ന പ്രതികൂലങ്ങളകത്ത് ദൈവം നിനക്കൊരു വാഗ്ദത്തം തന്നാൽ ആ വാഗ്ദത്തിനെതിരെ പ്രതികൂലം എഴുന്നേൽക്കും. 1-ാമത് എഴുന്നേറ്റത് സ്വന്തം ജനമാണ്. 40-ൽ പരം വരുന്ന യഹൂദന്മാർ സ്വന്തം ജനം എഴുന്നേറ്റു. സ്വന്തം ജനം കാര്യം സഹിക്കാം. സ്വന്തം ജനത്തെ രക്തബന്ധങ്ങൾ, സ്വജാതിക്കാർ, അവനെതിരെ യഹൂദന്മാർ എഴുന്നേറ്റു. 1-ാമത്തെ പ്രതികൂലം യഹൂദന്മാരായി. 2-ാമത്തെ പ്രതികൂലം പതിയിരിപ്പായി, വഴിയിൽ വെച്ച് തകർത്ത് കളയുക, നശിപ്പിച്ചു കളയുക. 3-ാമത്തെ പ്രതികൂലം കപ്പൽക്ഷേത്രമായിരുന്നു. ഈ 3 പ്രതികൂലങ്ങളും അദൃശ്യമണ്ഡലത്തിൽ പിശാച് കൊണ്ടുവന്ന പ്രതികൂലങ്ങളാണ്. എന്നാൽ ഈ 3 പ്രതികൂലങ്ങളും അദൃശ്യമണ്ഡലത്തിൽ നിന്നുകൊണ്ട് പിശാച് ചെയ്യുമ്പോൾ 4-ാമത്തെ പ്രതികൂലം ദൃശ്യമണ്ഡലത്തിൽ പൗലോസിന്റെ കയ്യിൽ തൂങ്ങി. നിന്റെ പുറകെ നിരന്തരമായി നിന്നെ തകർക്കാൻ പിൻഗമിക്കുന്ന ഒന്നിനു പുറകെ ഒന്നായി തിരമാല പോലെ കടന്നു വരുന്ന ചില പ്രതികൂലങ്ങൾ എന്നും എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനെ ഒരു ദിവസം നിന്റെ കൈകൊണ്ട് തന്നെ കുടഞ്ഞ് തീ ഇറങ്ങി കളയുവാൻ ദൈവം രാത്രി ഒരു പുത്തൻ അഭിഷേകത്തിന്റെ മേൽ പകരുവാൻ അവൻ മതിയായവനാണ്. 3 പ്രാവശ്യം അദൃശ്യമണ്ഡലത്തിൽ പൗലോസിനെ തകർക്കുവാൻ വന്ന ദുഷ്ടശക്തി 4-ാമത് ദൃശ്യമണ്ഡലത്തിൽ അവന്റെ കയ്യിൽ തൂങ്ങിയതല്ല, ദൈവം അനുവദിച്ചു കൊടുത്തു. പൗലോസെ, നീ തീയിൽ കുടഞ്ഞുകളാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരൊക്കെ ദൂരം വിളിച്ചു പറയുന്നു, നിരന്തരമായി നിന്നെ തകർത്ത് കളയാൻ അവ അദൃശ്യമണ്ഡലത്തിൽ. ഈ പ്രതികൂലം എവിടെ നിന്ന് വരുമെന്ന് അറിയത്തില്ല. ഈ പ്രതിസന്ധി എവിടെ അറിയത്തില്ല. നീ അന്താളിച്ചു നിൽക്കുകയാണ്. ഈ പ്രതിസന്ധി എവിടെ വന്നത്? ബന്ധുക്കളെന്നോ ചാച്ചക്കാരൻ അയൽവാസിന്നോ മന്ത്രവാദികളോ എവിടെ ഈ പ്രതികൂലം വരുന്നവർക്ക് അറിയത്തില്ല. അദൃശ്യമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടവ്യാപാരത്തെ ദൃശ്യമണ്ഡലത്തിൽ നിനക്ക് നിന്റെ കൺമുമ്പിൽ എന്റെ ദൈവം കൊണ്ടുവന്ന് നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ അതിനെ തകർക്കുവാൻ എന്റെ ദൈവം നിന്റെ മേൽ ഒരു പുതിയ അഭിഷേകം പകരുവാൻ മതിയായവനാണ്. വിശ്വസിക്കാൻ ഇന്ന് രാത്രി തയ്യാറാണോ? നിന്റെ കൈ കൊണ്ട്, പ്രവാചകന്റെ കൈകൊണ്ടല്ല, അപ്പോസ്തലന്മാരുടെ കൈകൊണ്ടല്ല, പ്രാർത്ഥന
വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ മെലിത്ത ദ്വീപ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞു. ക്രിസ്തുവിൽ അനേകം വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി തീർന്നില്ല. അവിടെ യാത്ര ചെയ്ത് പൗലോസ് റോമിൽ കൂലിക്ക് വാങ്ങിയ സ്തോത്രം ഒരു വീട്ടിൽ പാർത്തുകൊണ്ട്, അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ പാർത്തുകൊണ്ട് 2 സംവത്സരം 2 വർഷം യെരൂശലേമിൽ കർത്താവിനെ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ അവൻ പ്രസംഗിച്ചു, കർത്താവിനെ ഉപദേശിച്ചപ്പോൾ. ഇത് രാത്രി എത്ര മഹത്വകരമായ ഒരു ദൂതാണ്. രാത്രി ഓർത്തു നോക്കി. ദൈവം അനുവദിച്ചു കൊടുത്ത പ്രതികൂലം, ദൈവം അനുവദിച്ചു കൊടുത്ത പ്രതികൂലം, ദൈവം അനുവദിച്ച പ്രതികൂലത്തിനകത്ത് ദൈവത്തിന് നിന്നെ കേൾപ്പിക്കാൻ ഒരു ദൂതുണ്ട്. അത് മറ്റൊന്നുമല്ല, യെരൂശലേമിൽ നീ എന്നെ മഹത്വപ്പെടുത്തിയതുപോലെ റോമിലും നീ എന്നെ സാക്ഷീകരിക്കേണ്ടതാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഒരു തലത്തിൽ നിന്റെ ശുശ്രൂഷ തീർന്നെങ്കിൽ പിന്നെ നീ അവിടെ ചവിട്ടി പിടിച്ച് നിൽക്കരുത്. ദൈവത്തിന്റെ ഇഷ്ടം ചോദിക്കാൻ, ദൈവത്തിന്റെ ഹിതം ചോദിക്കുവാൻ നീ തയ്യാറാണ്. ദൈവത്തിന്റെ അടുത്തൊരു മേഖലയിൽ അവന്റെ ഇഷ്ടത്തിലേക്ക് ഒരുപക്ഷെ പ്രതികൂലത്തിൽ ദൈവം കടത്തിവിട്ടെന്നിരിക്കാം. അവിടെയും ദൈവത്തിന്റെ കരം തീർന്നു പോകുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ദൂത് പറയാം. ദൈവം അനുവദിക്കുന്ന പ്രതികൂലങ്ങളകത്ത് നാം ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുക. ആ രാത്രിയിൽ പൗലോസിനെ തകർക്കുവാൻ കാരാഗൃഹത്തിനകത്തിടുമ്പോൾ ഒരുപക്ഷെ പൗലോസ് ആ ദൈവ ശബ്ദത്തെ തിരസ്കരിച്ചാലോ, ഒരുപക്ഷെ അതവൻ ഏറ്റെടുക്കാതിരുന്നാലോ ദൈവത്തിന്റെ ലക്ഷ്യത്തിന്റെ അടുത്തവൻ എത്തുവാൻ കഴിയും. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, മാനുഷിക ശബ്ദത്തിന് നാം ചെവി കൊടുക്കരുത്, മനുഷ്യന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ദൈവത്തോട് നീ നേരിട്ട് ചോദിക്കണം, ദൈവം ഞാൻ എന്ത് ചെയ്യണം? അനേകർക്ക് ഇന്ന് ദൈവത്തോട് ചോദിക്കാൻ കഴിയുന്നില്ല. അനേകർക്കും ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. പലരെയും ആശ്രയിക്കേണ്ടി വരുന്നു. ആരെയും ആശ്രയിക്കാതിരിക്കാനാണ് യേശു ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏക മധ്യസ്ഥനായി എന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുകയല്ലേ. മധ്യസ്ഥന്മാർ നമുക്ക് വേണം. വലിയ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥനയെ കേൾക്കുമെന്ന് നീ വിശ്വസിക്കേ. രാത്രി ദൂത് പറയാം, നീ ഇരിക്കുന്ന മുറിയിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന നിന്റെ പായിലും ഇറങ്ങി വന്ന് അഭിമുഖമായി നിന്നോട് സംസാരിക്കാൻ എളുപ്പമുള്ളവനാണവൻ. നീ വിശ്വസിക്കുന്ന ദൈവം വിശ്വസിക്കാൻ തയ്യാറാണ്. ഒരു പക്ഷേ എത്ര പേർക്ക് രാത്രിയിൽ ഞാൻ ഈ പറയുമ്പോൾ വ്യക്തിപരമായ അനുഭവം എനിക്കറിയുന്നില്ല. എത്രയോ തവണ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാതെ നമ്മുടെ രണ്ട് തുള്ളി കണ്ണുനീർ ദൈവം കണ്ടിട്ട് അവർ നമ്മളോട് സംസാരിച്ചിട്ടില്ലേ? നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ ഒരുപക്ഷെ അന്ന പ്രാർത്ഥിച്ചതുപോലെ ഹൃദയം മുതിർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമുക്ക് മറുപടി തന്നില്ലേ? പിന്നെ എന്തിനാ നാം മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്? പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവത്തോട് ചോദിക്കൂ, ദൈവം ഈ പ്രതികൂലം എന്തിനാണ് എനിക്ക് തന്നത്? ഈ പ്രതിസന്ധി എന്തിനാണ് എനിക്ക് തന്നത്? ഇതിനകത്ത് നിന്റെ ഇഷ്ടമെന്താ? ഇന്ന് രാത്രി അവർ നിന്നോട് സംസാരിക്കും. യെരൂശലേമിൽ എന്നെ മഹത്വപ്പെടുത്തിയതുപോലെ റോമിലും നീ എന്നെ മഹത്വപ്പെടുത്തേണ്ടതാണ്. ഇന്ന് രാത്രിയിൽ ആരോടോ പരിശുദ്ധാത്മാവ് രാത്രിയിൽ ശക്തമായി ഇടപെടുന്നു. നിന്റെ തല അവസാനിച്ചിട്ടില്ല, നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, നിന്റെ കുടുംബജീവിതം അവസാനിച്ചിട്ടില്ല, നിന്റെ തലമുറ വിദ്യാഭ്യാസം അവസാനിച്ചിട്ടില്ല, നിന്റെ തലമുറ ഭാവി അവസാനിച്ചിട്ടില്ല, നിന്റെ യാത്ര ഒതുങ്ങിപ്പോയിട്ടില്ല. എന്റെ ദൈവത്തിന് നിന്റെ അടുത്തൊരു മേഖലയിൽ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ദൈവം അനുവദിച്ച പ്രതികൂലങ്ങളകത്ത് അവനെ ഇഷ്ടം തിരിച്ചറിയുക. രാത്രിയിൽ ഇഷ്ടം തിരിച്ചറിഞ്ഞു പൗലോസ് യെരൂശലേമിലെത്തിയോ? നിശ്ചയമായി എത്തി. യെരൂശലേമിൽ നിന്ന് അവൻ റോമിലെത്തി. നിശ്ചയമായി റോമിലേക്ക് എത്തിയവൻ എത്തി. ഒരാഴ്ചയില്ല, 2 വർഷം അവൻ പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ ജീവൻ ഒന്നും അവൻ നോക്കിയില്ല. അവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. സ്ഥാനത്തിൽ നമുക്കറിയാം പൗലോസിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്നത്. പൗലോസിനെ തലവെട്ടി കൊന്നുകൊണ്ടാണ്. കർത്താവിന് വേണ്ടി ആ രാജാക്കന്മാരുടെ പട്ടണത്തിൽ രാജാക്കന്മാരുടെ രാജാവായ ദൈവത്തിന് വേണ്ടി സ്വന്തം രക്തം ബലിയായി
സ്തോത്രം. സ്വന്തം രക്തം ഒഴിക്കുവാൻ പൗലോസിന് ദൈവകൃപ കൊടുത്തു. യെരൂശലേമിൽ, ഇസ്രായേലിൽ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ അഭിമുഖീകരിച്ച രാജാതിരാജാവായ കർത്താവിന് വേണ്ടി റോമിൽ രാജാക്കന്മാരുടെ മണ്ണിൽ രാജാക്കന്മാരിൽ രാജാവായ കർത്താവിന് വേണ്ടി അവന്റെ ജീവൻ കൊടുക്കുവാൻ ദൈവത്തിന്റെ ഇഷ്ടം. എത്ര മഹത്തരമായ അനുഭവം. ഒരു പക്ഷെ നമുക്കൊന്നും ഇങ്ങനെയൊന്നും കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിയും. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കഴിയും. രക്തസാക്ഷിക്കാവുന്നത് കർത്താവിന്റെ ഹിതമാണ്. ചാടിക്കൽ നമ്മളൊന്നും പോകേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ ഹിതമാണ്. പക്ഷെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയും. ദൈവം നമ്മൾ ആക്കി വെച്ച വേദനയിൽ പൗലോസിനെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേര് രാത്രി തയ്യാറാണ്. ഇന്ന് രാത്രിയിൽ ഇതും രാത്രി ഏറ്റെടുക്കാൻ ദൈവം അനുവദിച്ച പ്രതികൂലങ്ങളകത്ത് ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ദൈവം നിറവേറ്റുവാൻ അവൻ ശക്തനാണ്. അവന്റെ ഹിതത്തിനൊത്തവണ്ണം നിന്നു കൊടുക്കുവാൻ, അവന്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ ഈ രാത്രി നമുക്ക് കഴിയുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, 2 ആഴ്ചകൾക്ക് മുമ്പ് മരണത്തോട് അഭിമുഖീകരിച്ച ചില സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി ICU 2 ദിവസം. അറിഞ്ഞവരും കേട്ടവരെല്ലാവരും പറഞ്ഞു തീർന്നു, ആ ചെറുപ്പക്കാരൻ ഈ അവസ്ഥ വന്നത്. പക്ഷെ ദൈവം പറയുന്നു, യെരൂശലേമിൽ നീ എന്നെ മഹത്വപ്പെടുത്തിയതുപോലെ റോമിൽ നീ എന്നെ മഹത്വപ്പെടുത്തിയതാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം തീർന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം തീർന്നിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതി തീർന്നിട്ടില്ല. ദൈവം ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാകും. പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ആരോഗ്യവും പരിശുദ്ധാത്മാവ് വിരൽ സംസാരിക്കുമ്പോൾ നിന്റെ ജീവിതം ഒതുക്കിക്കളയുന്നതല്ല. നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, നിന്റെ ജീവിതം തീർന്നിട്ടില്ല, നിന്റെ വിടുതൽ വരുന്നുകൊണ്ടിരിക്കുന്നു. ദൈവം നിനക്ക് വിടുതലായി പ്രശസ്തനാണ്. അവന്റെ ഇഷ്ടം ഇന്ന് രാത്രി തിരിച്ചറിയുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ദൈവം അനുവദിക്കുന്ന പ്രതികൂലങ്ങളകത്ത് അവന്റെ ഇഷ്ടം തിരിച്ചറിയുക. നിശ്ചയമായി ദൈവത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ അവൻ മതിയായവനാണ്. പൗലോസിന്റെ ഒടുക്കം ദൈവത്തിന് വേണ്ടി ഒരു മെഴുകുതിരി കത്തി ഉരുകുന്നത് പോലെ അവന്റെ ജീവിതമായി തീരും. ഇതിൽ പരം ഒരു ഭാഗ്യം ലോകത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. വൻപൻ ആളുകൾ കെട്ടിപ്പടുത്തുയർത്തുന്നതോ ബാങ്ക് ബാലൻസുകൾ കൂട്ടിക്കെട്ടുന്നതോ മാർഗ സൗന്ദര്യങ്ങളിൽ സുഖിച്ചു പുറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഒരുപക്ഷെ ഇവിടെ ഇതെല്ലാം ദൈവം തരുമായിരിക്കാം. നിശ്ചയം ഞാൻ വിശ്വസിക്കുന്നു, ദൈവം നന്മ തരാൻ ദൈവം മതിയായവനാണ്. ദൈവം അത്ര ഭയങ്കരമല്ല, ദൈവം അത്ര ക്രൂരമല്ല. ഈ ലോകത്തിൽ ആവശ്യമായ എല്ലാ നന്മയും ദൈവം നിർത്താൻ അവൻ മതിയാണ്. അത് അനുഭവിക്കണം. ഒരു ദൈവവേദന എല്ലാ നന്മയും അനുഭവിക്കണം എന്നുള്ളതാണ്. ലോക മനുഷ്യന്റെ മുമ്പിൽ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. ദൈവം നിശ്ചയമായിട്ട് ഇല്ല, ഇതുകൊണ്ട് കിട്ടിയില്ലെങ്കിലും സന്തോഷം. കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം എല്ലാവരും സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി ഉരുകിത്തീരാൻ ഈ ദിവസങ്ങളിലും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവം ഓരോ ദൈവദാസന്മാരെ, ഓരോ ദൈവമക്കളെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സ്തോത്രം. നരകത്തിൽ പോകാതിരിക്കുന്ന അനേകരെ കൊള്ളയിടുവാൻ തക്കവണ്ണം ദൈവാത്മാവ് ശക്തമായി ആത്മാക്കളെ നേടുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാം. ദൈവം അനുവദിക്കുന്ന പ്രതികൂലങ്ങളകത്ത് ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് തിരിച്ചറിയാം. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാം. നിശ്ചയമായി നമ്മുടെ വഴി നടത്തും. ഈ തിരുവചനങ്ങളാൽ ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ചില മിനിറ്റുകൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട്